ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ കാണുന്ന ഭൂമി ഒരു ഡിഫറെന്റ് ഡയമെൻഷനിൽ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാല് നമുക്ക് സാധാരണ മനുഷ്യന് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാല് 4 ഡയമെൻഷനെയാണ്. അതായത് നീളം, വീതി, ഉയരം, അതുപോലെ തന്നെ ടൈം. അപ്പോൾ ഈ 4 ഡയമെൻഷനെ മാത്രം മനസ്സിലാക്കാനുള്ള ബോധമേ നമുക്കുള്ളൂ എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള ശാസ്ത്രത്തിന്റെ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ശാസ്ത്രം കണ്ടുപിടിച്ച കാര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ ബ്രെയിനിന് 7 ഡയമെൻഷനെ വരെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഓരോ തലങ്ങളും ഓരോ ഡയമെൻഷനാണ്. ആ ഒരു ഇപ്പം ആത്മാവ് ഈ 7 ഡയമെൻഷനെയും അറിയുന്ന തലത്തിലുള്ള ബോധാവസ്ഥയാണ് നമ്മുടെ ആത്മാവെന്ന് പറയുന്നത്. അതായത് ടോട്ടൽ ഡയമെൻഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ആത്മാവ് ആത്മത്തിനെ അറിയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിനും ബുദ്ധിക്കുമാണ് ഈ 4 ഡയമെൻഷൻ ലിമിറ്റ് ആയി ഫീൽ ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ പറയേണ്ട അല്ലെങ്കിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൗരാണിക ആചാര്യന്മാര് കുണ്ടലിനി യോഗം പോലുള്ള യോഗ വിദ്യകളിലൊക്കെ നമ്മൾ 7 ആധാര ചക്രങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് ശരിക്കും ഈ ഡയമെൻഷൻ തന്നെയാണ്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് 114 ചക്രങ്ങളാണ് ശരിക്കും പറഞ്ഞാല് ഒരു മനുഷ്യന്റെ സൂക്ഷ്മ ശരീരത്തില് ഔട്ട് ഓഫ് ദ ബോഡിയിലും ഉള്ളിലുമായിട്ട് നിലനിൽക്കുന്നത്. ഈ 114 7 ആധാര ചക്രങ്ങളെ പറ്റി പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് 7 ഡയമെൻഷനാണ് നമ്മുടെ. അതായത് ഓരോ ചക്രങ്ങളും ഉണർന്നു വരുന്നതനുസരിച്ച് നമ്മുടെ ഓരോ ഡയമെൻഷനാണ് ഡെവലപ്പ് ആയത്. അപ്പൊ അതുകൊണ്ടാണ് ഈ 7 എണ്ണത്തിന് ഇത്രയും പ്രാധാന്യം വന്നത്. അത് മാത്രമല്ല 7 സ്വരങ്ങള്, മഴവിന്റെ 7 നിറങ്ങള്, അതെല്ലാം ഓരോ ഡയമെൻഷനാണ്. അപ്പം ഈ ഓരോ കളർ മാറുകയും അല്ലെങ്കിൽ ഓരോ ശബ്ദത്തിന്റെ മാറ്റങ്ങൾ വരുമ്പോഴും ചെയ്യുമ്പോൾ അതിന്റെ ഫ്രീക്വൻസികൾ മാറുന്നത് ഈ ഓരോ ഡയമെൻഷനെ പ്രതിനിധീകരിച്ചാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇത് പറഞ്ഞു വന്നപ്പോഴത്തേക്കിന് എനിക്കൊരു സംശയമുള്ളതാണ്. നമ്മൾ ഈ 114 ചക്രങ്ങൾ അപ്പൊ അതില് 2 ചക്രങ്ങളും മറയ്ക്കപ്പെട്ടിരിക്കുന്നതുണ്ടെന്ന് ഇങ്ങനെ എന്താണ് സത്യത്തിൽ? തീർച്ചയായിട്ടും അത് നല്ല ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ്. താങ്കൾ വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. ഈ 112 ചക്രങ്ങളെ പറ്റിയാണ് യോഗശാസ്ത്രങ്ങൾ പറയുന്നത്. ഇപ്പം വിജ്ഞാനഭൈരവതന്ത്രം എടുത്തു കഴിഞ്ഞാൽ ഈ 112 തത്വങ്ങളെയാണ് അതിനകത്തൂടെ പറഞ്ഞു വെച്ചേക്കുന്നത്. കാരണം 112 തത്വങ്ങളെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രപഞ്ചത്തെ പറ്റി എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ചക്രങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഈ 112 ചക്രങ്ങളെയാണ് അപ്രണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ 7 ആധാര ചക്രങ്ങള്, 21 ഉപചക്രങ്ങള്, 84 സൂക്ഷ്മ ചക്രങ്ങൾ. അതൊക്കെ നമ്മുടെ ശരീരത്തിലെ എനർജി പോയിന്റ്സ് ആണ്. ഇനി വരുന്ന 2 ചക്രങ്ങളാണ് ശരിക്കും അത് മറച്ചു വെച്ചിരിക്കല്ല. സത്യത്തില് മനുഷ്യന്റെ തലത്തിൽ നിന്നുകൊണ്ട് അതിനെ ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ആ ചക്രങ്ങളെ പറ്റി അറിഞ്ഞെങ്കിലേ അതിനെപ്പറ്റി മനസ്സിലാവും. ആ ചക്രം എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഗുരുചക്രമാണ്, അല്ലെങ്കിൽ മേൽമുഖ ചക്രം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്നെ വിളിക്കാം. അപ്പം ഗുരുചക്രം എന്ന് പറയുന്നത് അതിസൂക്ഷ്മമാണോ? അത് അതിസൂക്ഷ്മവുമാണ്. അത് കോൺഷ്യസ് ലെവലിലുള്ളതാണ്. എന്ന് വെച്ചാൽ അതായത് ഗുരുചക്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അൾട്ടിമേറ്റ് കോൺഷ്യസ് ആയിരിക്കുന്ന ബോധം അതായത് അഖണ്ഡമായ ബോധമായിരിക്കുന്ന ഈശ്വരതത്വം ഈ ഗുരുചക്രത്തിലേക്ക് കടക്കുകയും അവിടെ നിന്ന് അതിനെ ലിമിറ്റ് ചെയ്യുകയും അങ്ങനെ ഒരു ലിമിറ്റഡ് ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ആധാര ചക്രങ്ങളിലേക്ക് പോവാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ് അങ്ങനെ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് അതേ എനർജി തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇത് വന്നു കഴിഞ്ഞാല് നമ്മൾ ഈ പവർ ഹൗസിൽ നിന്ന് പിന്നെ ഇലക്ട്രിസിറ്റി നേരെ വീട്ടിലോട്ട് കൊണ്ടിരുന്നോണ്ടിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുരുചക്രം എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റേഷൻ പോലെ ഒരു സബ്സ്റ്റേഷൻ ആണ് അത്. അപ്പൊ ആ സബ്സ്റ്റേഷനിൽ നിന്ന് ആ ഒരു കോൺഷ്യസ്നെസ്സിനെ ലിമിറ്റ് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ഈ ട്രാൻസ്ഫോമറിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന അതേപോലെ തന്നെ നമ്മുടെ ആ എനർജി ബോഡിയിലേക്ക് വരികയാണ്. ഇനി രണ്ടാമത്തെ ചക്രം എന്ന് പറയുന്നത് നമ്മുടെ കീഴ്നോക്കി ചക്രമാണ്. കീഴ്നോക്കി എന്ന് പറഞ്ഞാൽ ഭൂമിയുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന ചക്രമാണ്. അതായത് ഭൂമിയുമായിട്ട് നമുക്ക് എർത്തുമായിട്ട് ഡയറക്റ്റ് നമ്മൾ കണക്ട് ആവുന്നതിന് പകരം നമ്മുടെ എനർജി ബോഡി ശരിക്കും പറഞ്ഞാൽ എർത്തുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ കീഴ്നോക്കി ചക്രത്തിലൂടെയാണ്. കാരണം എർത്തിലെ മുഴുവൻ എനർജിയെ നമുക്ക് ഇങ്ങോട്ട് അബ്സർവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതാ ആ ഒരു പിന്നെ കീഴ്മുഖ ചക്രത്തിലേക്ക് കൈനറ്റിക് എനർജി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലവും അങ്ങനെയുള്ള എല്ലാ ബലങ്ങളും ഈ പറഞ്ഞ കീഴ്മുഖ ചക്രത്തിലേക്ക് വന്നിട്ട് കീഴ്മുഖ ചക്രം. അപ്പൊ അവിടെ വന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ അതിനെ സ്വീകരിക്കുന്നത്. അപ്പം ഈ 2 തലങ്ങളെയും അപ്പം ഈ 2 ചക്രങ്ങളിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ഈ ഗ്രൗണ്ടിങ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് കോൺഷ്യസ്നുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെടും. ശരിക്കും ഇത് മറയ്ക്കപ്പെട്ടിരിക്കുകയല്ല, അത് നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഏറ്റവും വലിയ സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഈ 2 കേന്ദ്രങ്ങൾ. നമ്മൾ ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്.
അപ്പം അവിടെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇടപെടാൻ ആവശ്യമില്ല. ഇനി ഇടപെട്ട് കഴിഞ്ഞാൽ അതൊരു പക്ഷേ മഹത്തരമായിട്ടുള്ള ഒരു തിരിച്ചറിവാണ്. കാരണം ഞാൻ കുറെ കാലമായിട്ട് ഇത് എന്താണ് ഇത് അത് ശരിക്കും പറഞ്ഞാൽ അത് അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അപ്പം ഈ ഗുരുചക്രം നമ്മൾ അവിടെ പ്രവർത്തിച്ച് നമ്മൾ ഏതെങ്കിലും രീതിയിൽ അതിലേക്ക് കടന്ന് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ശാരീരിക അവസ്ഥയിൽ നമ്മൾ വിട്ടുപോകും. മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മളെ അത് ആ രണ്ട് ചക്രത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഘടനാപരമായി എല്ലാവരും ഈ രണ്ട് ചക്രത്തിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ 7 ചക്രങ്ങളിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ തന്നെ 7 ചക്രങ്ങളെ പ്രദർശനമാക്കാനായിട്ടുള്ള മാർഗങ്ങളിലൂടെ പോകും തന്നെ 7 ചക്രങ്ങൾ പ്രദർശനമാകുമ്പോൾ തന്നെ ബാക്കിയുള്ള 21 ചക്രങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രദർശനമായിക്കോളും. പിന്നെ പോയിട്ട് ബാക്കിയുള്ള 84 ചക്രങ്ങളിൽ നമുക്ക് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അതും ഇതിനോടൊപ്പം തന്നെ പ്രദർശനമായിക്കോളും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുമുഖ ചക്രത്തിൽ നിന്നും എനർജി കറക്റ്റായിട്ട് നമ്മുടെ ഈ എന്നാ പറഞ്ഞ ഒരു പൈപ്പ് വെച്ച് നമ്മുടെ വീട്ടിലേക്ക് എല്ലായിടത്തും വേണ്ടിയെടുത്ത് ടാങ്ക് വെച്ചിട്ട് വെള്ളം പാസ് ചെയ്ത് കൊടുക്കുന്നത് പോലെ ഈ നമ്മുടെ യോഗയിലൊക്കെ ഗുരുജി ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ ഈ ഒരു സാധനമാണ് അല്ലേ? നമ്മൾ ഇവിടുന്ന് ആ എനർജി ഫീൽഡിനെ എടുക്കുകയും ഇവിടുന്ന് ആ കോൺഷ്യസ്നെസിനെ എടുക്കുകയും ചെയ്ത് ആ കോൺഷ്യസ്നെസ് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഇത് രണ്ടും കൂടെ ഈ ചക്രങ്ങളിലൂടെ മെഡിറ്റേഷനിലൊക്കെ ചെയ്യുന്ന എല്ലാ സാധനവും ഇതാണ്. അതെ, നമ്മുടെ മെഡിറ്റേഷൻ മാത്രമല്ല, ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം ക്ഷേത്ര ഇതൊക്കെ എടുത്തു കഴിഞ്ഞാല് അതിലെല്ലാം ഒരു ക്ഷേത്രത്തിന്റെ ഘടന എന്ന് പറയുന്നത് ഈ ചക്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നിർത്തിയേക്കുന്നത്. അപ്പം ഇതെല്ലാം സത്യത്തില് ഇതെല്ലാം ഭൂമിയിലുള്ള സൂക്ഷ്മമായിട്ടുള്ള എനർജി ഫീൽഡുകളാണ്. അപ്പം സത്യത്തില് നമ്മളെന്ന് പറയുന്നതും എന്താണ്, അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളെല്ലാം ഏറ്റവും സൂക്ഷ്മതലത്തിൽ എനർജിയാണ്. 100% എനർജിയാണ്. അതിപ്പോ സയൻസും കണ്ടുപിടിച്ചേ. അപ്പം അതുകൊണ്ട് തന്നെ ആ എനർജിയെ സ്വീകരിക്കാനായിട്ടും ആ എനർജിയെ പിന്നെ പുറത്തേക്ക് കൊടുക്കാനും ഒക്കെ ആയിട്ടുള്ള കേന്ദ്രങ്ങളായിട്ടാണ് ഈ ചക്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ശരിക്കും അതിസൂക്ഷ്മ ഊർജ പ്രവാഹത്തിന്റെ നമ്മൾ നിയന്ത്രിക്കുകയും ചെയ്യാനായിട്ട് മനുഷ്യന് പ്രാപ്തമാക്കിയാൽ ഒരു പരിധി വരെ അവന്റെ ജീവിതത്തിനെ സുഗമമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. അത് മാത്രമല്ല, നമുക്ക് മനുഷ്യന് സത്യത്തില് മനുഷ്യനുള്ള കഴിവിന്റെ ഒരു 100% പോലും നമ്മൾ ഇവിടെ പ്രവർത്തിപ്പിക്കുന്നില്ല. എടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ 21 ചക്രങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അതിലുള്ള 2 ചക്രങ്ങളാണ് നമ്മുടെ ഹാൻ ചക്ര എന്ന് പറയുന്നത്. ഈ ഹാൻ ചക്ര എന്ന് പറഞ്ഞാൽ ഹീലിംഗ് ചക്രാസ് ആണ്. ശരിക്കും ഹീലിംഗ് ചക്രയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആരെ അനുഗ്രഹിക്കുന്നത് കൈ കൊണ്ടാണല്ലോ അനുഗ്രഹിക്കുന്നത്. 2 കൈകളും ആ കൈകളോട് അനുഗ്രഹിക്കുന്ന സമയത്ത് ആ കൈകളിൽ നിന്ന് പുറപ്പെടുന്ന ആ ഹീലിംഗ് എനർജിയാ. ഇപ്പൊ നമ്മുടെ തന്നെ ഹീലിംഗ് സെഷനിൽ അങ്ങനെയല്ല, പരാഗത്തിൽ നിന്ന് എനർജി പിന്നെ കൈകളിലൂടെയാണ് കൊടുക്കുന്നത്. അപ്പം ഈ അത് നമ്മൾ കൈകളിലൂടെ കൊടുക്കുമ്പോൾ ആളുകൾക്ക് ഈ കൈകളിലൂടെ കൊടുക്കുന്നത് അത് അവിടുത്തെ ഈ 2 ചക്രങ്ങളിലൂടെ നമ്മൾ കൊടുക്കുന്നത്. റേക്കിക്കകത്തും മറ്റേ പ്രാണിക് ഹീലിംഗിനകത്തും എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാം ഈ കൈയിലൂടെ കൊടുക്കാം. കാരണം ഈ ഹീലിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഹാൻഡ് ചക്രയിലൂടെ കൊടുത്താലേ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അപ്പൊ അങ്ങനെ ആണ് ഈ ചക്രങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ചക്രങ്ങളും നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ ഫിസിക്കൽ ബോഡിയുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മാനസിക തലവുമായിട്ടും അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞ ഈ പഞ്ചകോശങ്ങളുമായിട്ട് അതിനകത്ത് ഈ 4 കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ഓരോന്നും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ചക്രങ്ങളിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ വരികയോ അല്ലെങ്കിൽ ഈ ചക്രങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരികയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചിലപ്പോൾ ഫിസിക്കൽ ശരീരത്തിൽ നമുക്ക് അതിനുള്ള പ്രശ്നങ്ങൾ വരും. ഉദാഹരണമായിട്ട് ഇപ്പം നമുക്ക് മൂലാധാര ചക്രത്തിൽ അത്ര പ്രദർശനമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് ശരീരത്തിന് ആരോഗ്യം കാണില്ല. ശരീരത്തിലൊരു എപ്പോഴും രോഗാവസ്ഥകളായിരിക്കും. ഒരു രോഗം മാറുമ്പോഴേ അടുത്ത രോഗം വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ ശരിയായിട്ടുള്ള എന്തായാലും നമ്മൾ ഭക്ഷണം കഴിച്ചാലും എന്തെല്ലാം ചെയ്താലും നമുക്ക് ശരീരത്തിന് ഒരു ആരോഗ്യം ഉണ്ടാവില്ല. ഈ മൂലാധാര ചക്രയുടെ ബേസിക്കൽ ചക്രയുടെ പ്രശ്നമാണ് ഈ പറയുന്ന രോഗാവസ്ഥകളും ശാരീരികമായിട്ടുള്ള, കാരണം ശരീരത്തെ പ്രതികരിക്കുന്നത് മൂലാധാര ചക്രമാണ്. കാരണം അതിന്റെ എലമെന്റ് എന്ന് പറയുന്നത് എർത്താണ്. അപ്പം ആ ഭൂമി തത്വത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ശരീരത്തെ ഫിസിക്കൽ ബോഡി പ്രതികരിക്കുന്നത് കൊണ്ട് മൂലാധാര ചക്രത്തെ കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ശാരീരികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം സമ്പത്താണെങ്കിൽ ഇപ്പം ശരീരത്തിന് നിലനിൽപ്പ് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ മൂലാധാര ചക്രം ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഫുഡ്, സെക്യൂരിറ്റി, ഷെൽട്ടർ എന്ന് പറഞ്ഞ 3 കാര്യങ്ങളെയാണ്. സർവൈവൽ. അപ്പൊ എല്ലാ ജീവികൾക്കും വേണ്ടത് അതാണ്. അപ്പൊ മനുഷ്യനെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ അവന് സമ്പത്താണ് ആവശ്യം, അല്ലെങ്കിൽ ധനം ആവശ്യമാണ്. അപ്പൊ ആ ധനത്തെ നേടാനായിട്ടും ആ ധനത്തെ സംരക്ഷിക്കപ്പെടാനായിട്ടും ധനത്തെ പിന്നെ ശരിയായ രീതിയിൽ ചെലവഴിക്കണമെന്നുണ്ടെങ്കിലും മൂലാധാര ചക്രം കറക്റ്റ് ആവണം. മനസ്സിലായോ? അപ്പോൾ ആ മൂലാധാര ചക്രം കറക്റ്റ് അല്ലാതെ വരുമ്പോഴാണ് നമ്മുടെ ധനാവസ്ഥകൾ നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും പണം വരില്ല. ഇനി വരുന്ന പണം നമ്മൾ അറിയാതെ ചെലവഴിഞ്ഞു പോകും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് മൂലാധാര ചക്രത്തിലാണ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മൂലാധാര ചക്രം, അപ്പം ഈ ശരീരത്തെ ഇപ്പൊ കീറി മുറിച്ച് ഓപ്പറേഷൻ ചെയ്ത് നോക്കിയാൽ ഈ മൂലാധാര ചക്രം അവിടെ ഇല്ല. ഇത് സൂക്ഷ്മതലത്തിലാണല്ലോ. സയന്റിഫിക്കലായിട്ട് പ്രൂവ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും വേറെ മേഖലയാണ്. അപ്പം നമ്മുടെ ആചാര്യന്മാര് വെറുതെ ഒരു ചക്രം എന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞു വെച്ചേക്കുമല്ല.
അത് ചാക്രികമായ സംവിധാനം എന്നുള്ളതാണ് ചക്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ നോക്കിയാൽ അറിയാം, നമ്മുടെ പിന്നെ എല്ലാ സിസ്റ്റങ്ങളും പ്രവർത്തിച്ച് ചാക്രികമായിട്ടാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ഡൈജഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഫുഡ് കഴിക്കുന്നു, അത് പിന്നെ ഡൈജസ്റ്റ് ചെയ്യുന്നു, അത് പിന്നെ വേസ്റ്റ് പുറത്തേക്ക് പോകുന്നു, ആ വേസ്റ്റ് വീണ്ടും ഫുഡായി തിരിച്ചു വരുന്നു. അത് എല്ലാം ചാക്രികമാണ്. ചാക്രികമാണ്. ഇപ്പൊ നമ്മുടെ ശ്വാസമാണെങ്കിലും ശ്വാസം പുറത്തേക്ക് പോകുന്നു, ആ ശ്വാസം തന്നെ നമ്മൾ തിരിച്ച് ഉള്ളിലേക്ക് വരുന്നു, ഇന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞ് പുറത്തേക്ക് പോകുന്നു. അതാണ് ഒരു ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ സിസ്റ്റങ്ങളും അങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രക്തചംക്രമണം എന്നാണ് പറയുന്നത് അല്ലെ. അപ്പം നമ്മുടെ ശരീരത്തിലെ ഊർജ്ജ വ്യവസ്ഥ എന്ന് പറയുന്നത് അത് ചംക്രമണമാണ്. അപ്പൊ ആ ഒരു ചാക്രികമായിട്ടുള്ള ചലനമാണ്. അതുകൊണ്ടാണ് ചക്രങ്ങൾ എന്നതിന് പേര്. ഈ ചാക്രികമായ ചലനത്തിന് ചക്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഈ ചക്രങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു പ്രശ്നത്തെയും നമുക്ക് പരിഹരിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം ചില ആളുകളുണ്ടല്ലോ, ഇപ്പം അവർക്ക് നല്ല നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. ഇനി അഥവാ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം വിവാഹം നടക്കാത്തവര് അല്ലെങ്കിൽ നല്ല പ്രണയബന്ധങ്ങളിലൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് എല്ലാം പൊട്ടി തകർന്നു പോകുന്നവര്. അപ്പം ഇങ്ങനെയുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വാധിഷ്ഠാന ചക്രം പ്രദർശനമായിരിക്കണം. രണ്ടാമത്തെ കാരണം അവിടെയാണ് ഈ ഫാമിലി, സെക്സ്, ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കും രണ്ടാമത്തെ ചക്രം. അപ്പൊ അവിടുത്തെ ഒരു പ്രശ്നം, അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ എലമെന്റ് എന്ന് പറയുന്നത് പിന്നെ ജലമാണ്, വാട്ടറാണ്. അപ്പം ആ വാട്ടറിന്റെ ഫ്ലെക്സിബിലിറ്റിയിലേക്ക് ഒരു മനുഷ്യൻ മാറിയാണെങ്കിൽ മാത്രമേ ഒരു മറ്റൊരാളുമായിട്ട് ആ ഒരു പോകാൻ പറ്റുള്ളൂ. പറഞ്ഞൊരു മഹത്തായ സാധനമാണ്. കാരണം ഒരു നദി ഒഴുകി പോകുന്നത് പോലെ അപ്പൊ നമുക്ക് ഒരു സാമൂഹ്യ ജീവിയായിട്ട് മറ്റുള്ളവരുമായിട്ട് ഇടപെടലിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചക്രം പിന്നെ ആക്ടിവേറ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിജിഡായിട്ട് ആരെയും നമ്മൾ പിന്നെ അടുപ്പിക്കില്ല. ഈ നല്ലൊരു മനസ്സിലാക്കിയാൽ റിലേഷൻഷിപ്പ് ഓക്കെ. മാത്രമല്ല ഇനി ഉള്ള ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോകാതിരിക്കാൻ ഇത് ആവശ്യമാണ്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ പലരും ഈ പ്രണയബന്ധങ്ങളൊക്കെ തകർന്ന് ഏർപ്പെടുമായി ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ. ശരിക്കും അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ജലതത്വം. സാക്രിഫിക്കേഷൻ അല്ല. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്രമീകരിക്കാൻ മാത്രമേ ഉള്ളൂ. അതെ. അത് ക്രമീകരിച്ചുകൊണ്ട് നമ്മൾ പിന്നെ മറ്റൊരു വ്യക്തിയുമായിട്ട് ഇടപഴകി ജീവിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ചക്രം പിന്നെ അഗ്നി തത്വത്തിലാണ് മണിപൂര ചക്രം നിൽക്കുന്നത്. അവിടെ ആ ചക്രം പ്രദർശനമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ശാരീരിക വ്യവസ്ഥിതിയിലെ യാതൊരു വിധത്തിലുള്ള എനർജികൾ വർക്ക് ചെയ്യില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രദാനം ചെയ്യുന്നത് പിന്നെ മണിപൂര ചക്രമാണ്. കാരണം അഗ്നി തത്വം ജ്വലിച്ചെങ്കിൽ ആ ജലരാഗ്നി പിന്നെ ജ്വലിച്ചാലേ ബാക്കി കാര്യങ്ങൾ ദഹനം നടക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ജലരാഗ്നി വേണം എന്ന് പറഞ്ഞാലേ ബാക്കി എല്ലാ ഊർജ്ജ വ്യവസ്ഥകളെയും കൈകാര്യം ചെയ്യുന്ന ചക്രമാണ് മണിപൂര ചക്രം. സെന്റർ പോയിന്റ് ആണ്. അപ്പൊ അവിടെ വേറൊരു കാര്യം കൂടെ ഉള്ളത്, അവിടെ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് മണിപുരം എന്ന് പറഞ്ഞാൽ രത്നങ്ങളുടെ നഗരം, അതായത് മണിപുരം എന്ന് വെച്ചാല് മണിപുരം അതായത് സിറ്റി ഓഫ് ജെംസ് എന്നാണ് പറയുന്നത്. അവിടെ ഈ ജെംസ് ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത് എന്താണെന്ന് അറിയാമോ? അത് നമ്മുടെ ആശയങ്ങളും വിശ്വാസങ്ങളുമാണ്. നമ്മുടെ ചെറിയ പ്രായത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള മതപരമായിട്ടുള്ളതും രാഷ്ട്രീയപരമായിട്ടുള്ളതും ജാതിപരമായിട്ടുള്ളതും ദേശപരമായിട്ടുള്ള ആശയങ്ങളും വിശ്വാസങ്ങളുമാണ് മണിപൂര ചക്രത്തിൽ ഫോക്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള പേഴ്സണാലിറ്റി അവിടെയാണ് ഫോം ആയിരിക്കും. അപ്പൊ അത് ഈ മൈൻഡ് പവറിൽ അത് വളരെ അതെ. അപ്പം അത് ആ ചക്രം കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ പേഴ്സണാലിറ്റിക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇവിടെ എല്ലാം കുടുങ്ങി കിടക്കും. ആ എല്ലാ ഇംപ്രസ്മെന്റും നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ആശയങ്ങളും വിശ്വാസങ്ങളും ആകുന്ന ആ ഒരു തടവറകളിൽ നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പുറത്തോട്ട് ഇറങ്ങി അടുത്ത ഒരാളുടെ ആശയങ്ങളും വിശ്വാസങ്ങളും നല്ലതാണോ ചീത്തയാണോ പോലും നമുക്ക് നോക്കാൻ പറ്റില്ല. ലിമിറ്റിംഗ് ബിലീഫാണ്. അപ്പൊ ഈ മൂന്ന് ചക്രങ്ങൾ എന്ന് പറയുന്നത് മാനുഷികമായ നിലയിൽ നിൽക്കുന്ന ചക്രങ്ങളാണ്. അപ്പൊ അടുത്ത ചക്രം എന്ന് പറയുന്നത് നമ്മുടെ അനാഹത ചക്രമാണ്. അനാഹതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, ആഹതമല്ലാത്തത്, അതായത് സ്വയം സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ എന്താണ് ഒരു മനുഷ്യനിൽ സ്വയം സൃഷ്ടിക്കപ്പെടേണ്ടത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനിൽ സ്വയം സൃഷ്ടിക്കപ്പെടേണ്ടതെന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹവും കാരുണ്യവുമാണ്. അതായത് ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം മനുഷ്യത്വമുള്ളവനാ മനുഷ്യൻ അല്ലെ, അല്ലെങ്കിൽ മൃഗമാ അല്ലെ. അപ്പൊ താഴത്തെ മൂന്ന് ചക്രങ്ങളില് മൃഗീയ അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യനാണ്. അത് അനാഹത്തിലേക്ക് വരുന്ന സമയത്ത് അവനിൽ ഈ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹവും കാരുണ്യവും ഉണ്ടായി വരികയും എന്തൊരു ഒരു പോയിന്റ് പറയട്ടെ, ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് ആനിമൽ ബീയിങ് പറയുന്നുണ്ടോ? ഇല്ല, അങ്ങനെ അവൻ ബീയിങ് ആയിരിക്കണമെങ്കിൽ അവൻ മനുഷ്യത്വത്തിലേക്ക് മനുഷ്യത്വം ഉണ്ടാവും. ഇല്ലെങ്കിൽ അവൻ എന്നായിരിക്കും? അതാണ് അനാഹതം പറയുന്നത്. അനാഹത്തില് നമ്മൾ വരുന്ന സമയത്ത് ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം എന്ന് കേൾക്കുന്ന സമയത്ത് പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റൊരു വാക്കാണ് ഈ അൺകണ്ടീഷണൽ ലവ് എന്നുള്ളത്. എന്ന് വെച്ചാൽ എല്ലാ
എല്ലാരും പറയും എനിക്ക് അങ്ങനെ ഇല്ലാതെ ഞാൻ എല്ലാവരോടും എനിക്ക് സ്നേഹമാണ് എന്ന് പറയും. പക്ഷെ അത് ശരിക്കും നിബന്ധനകളില്ലാതെ ആരെയും സ്നേഹിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ആരെയും സ്നേഹിക്കാൻ പറ്റുമോ? അത് ശരിക്കും അതിനെ ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടില്ല, സ്നേഹമായിട്ടല്ല, ഞാൻ അതിന്റെ പ്രണയം എന്നാ ഞാൻ അതിന് പറയുന്നത്. അതായത് കണ്ടീഷണൽ ഉള്ള ലവ് എല്ലാം പ്രണയം, അതെല്ലാം ബാറ്റർ സമ്പ്രദായമാണ്. കൊടുക്കൽ വാങ്ങൽ സിസ്റ്റം, കൊടുക്കൽ വാങ്ങൽ, അങ്ങോട്ട് തന്നാൽ ഇങ്ങോട്ട് അത് അങ്ങനെ അതിനെ ഒരു സ്നേഹമായിട്ട് പറയണ്ട. സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്വാളിറ്റിയാണ്, ഒരു ക്വാളിറ്റി. അൺകണ്ടീഷണൽ ആവണം. അൺകണ്ടീഷണൽ ആകുന്നില്ല സ്നേഹമാവും. അത് അൺകണ്ടീഷണൽ ആകണമെന്നുണ്ടെങ്കിൽ ആ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഗുണമായിട്ട് മാറണം. അതായത് ഇപ്പൊ നമുക്കറിയാം ഗുരുക്കന്മാരുടെ ഗുണം എന്ന് പറയുന്നത് അവരുടെ യഥാർത്ഥ ഭാവം എന്ന് പറയുന്നതിന്റെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ്. അപ്പം അവിടെയുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സ്നേഹം ഉണ്ടാകുക എന്നുള്ളതിനെക്കാട്ടിലുപരി അതിൽ കാരുണ്യം ഉണ്ടാകുക എന്നുള്ള ഘടകമാണ് ഏറ്റവും പ്രധാനം. കാരുണ്യമില്ലാത്ത സ്നേഹത്തിന്റെ കാര്യമില്ല. ഇപ്പൊ സ്നേഹം ഇപ്പൊ നമ്മുടെ ഭാര്യയോട് തോന്നുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് കാമമുള്ള പ്രണയത്തിന്റെ ഭാഗത്തിലായല്ലേ. അപ്പൊ അവിടെ അത് ആ സ്നേഹമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സ്നേഹത്തിനെ രണ്ടാക്കിയാൽ ഏറ്റവും എളുപ്പം. കണ്ടീഷണൽ ആയതിനെ പ്രണയവും, അൺകണ്ടീഷണൽ ആയതിനെ സ്നേഹവുമായിട്ട് എളുപ്പമുണ്ട്. അപ്പം ആ സ്നേഹത്തില് കാരുണ്യം ഉണ്ടാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത് അൺകണ്ടീഷണലായി അത് ഈ പ്രപഞ്ച ബോധത്തിന്റെ ഭാഗമായി മാറുന്നത്. കാരണം നമ്മുടെ ഈ പ്രപഞ്ച ബോധം എന്ന് പറയുന്നത്, ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ശരിക്കും അൺകണ്ടീഷണൽ ആണ്. ഇപ്പം അഖണ്ഡമായിരിക്കുന്ന ഈ പ്രപഞ്ച ബോധം നമ്മളോട് എന്തെങ്കിലും കണ്ടീഷൻ വെക്കുന്നുണ്ട്. കണ്ടീഷൻ വെച്ചിട്ടല്ലോ. അപ്പൊ അങ്ങനെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഭാവത്തിലേക്ക് മാറുമ്പോഴാണ് ഒരു ദൈവികതയെ അറിയാനായിട്ടുള്ള ആത്മീയ പാതയിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ടച്ച് ചെയ്യാൻ പറ്റും. അവിടുന്ന് പിന്നെ അടുത്താണ് വിശുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ശുദ്ധ വ്യക്തിയാക്കുന്ന ചക്രമാണ്. അപ്പൊ അവിടേക്ക് കിടക്കുന്ന സമയത്ത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്റഗ്രേഷൻ, നമുക്ക് ആ പ്രപഞ്ചബോധവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുകയാണ്. അപ്പം എന്താണ് എന്നിലെ പിന്നെ ആത്മീയത, അല്ലെങ്കിൽ എന്താണ് ഞാൻ? അപ്പം ആരാണ് ഞാൻ എന്ന് പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരവാണ് നമുക്ക് അവിടെ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ അവിടുന്ന് അത് ആ ഉത്തരം തേടുന്ന സമയത്ത് അവിടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചബോധത്തിന്റെ അംശം തന്നെയാണ്. അത് ഇവിടം ശരിക്കും പറഞ്ഞ ഈ സ്നേഹം അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ചില ആളുകള് ഈ അനാഹതവും തുറക്കാത്ത ആളുകള് ഈ ഗുരു ആണെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഗുരു കളിച്ചിരിക്കുന്ന സമയത്ത് അവർക്കൊരിക്കലും ആ തത്വത്തിലേക്ക് വരാൻ പറ്റാത്ത കാര്യമല്ല. അവർ ഗുരുവാണെന്ന് പറയും, ഇങ്ങോട്ട് പോകും, മനസ്സിൽ പോയി ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ചില പലരും ഇപ്പൊ ഈ കാഷായമൊക്കെ ധരിച്ച് ഭയങ്കര വൈരാഗികളായിട്ടൊക്കെ ഇരിക്കും. പക്ഷെ അവരൊന്നും ഈ ഗുരുതത്വത്തിലേക്ക്, യഥാർത്ഥ ഗുരുതത്വത്തിലേക്ക് പരിണമിക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അനാഗത ഓപ്പൺ ആകുന്നില്ല. അപ്പൊ അനാഗത ഓപ്പൺ ആകുകയും ആ ഗുരുതത്വത്തെ അറിയുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശരിക്കും അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹത്തിലേക്ക് അവരുടെ ഗുണം പരിണമിക്കും. അപ്പം അവരുടെ അടുത്ത് നമ്മൾ വെറുതെ പോയിരുന്നാൽ മതി. എനർജി ഫീൽഡായി നമ്മള്. അപ്പം അതുകൊണ്ടാണ് ബുദ്ധന്റെ ഒക്കെ അടുത്ത് നമ്മൾ ബുദ്ധനൊക്കെ ഒരു കിലോമീറ്റർ എന്ന് വെച്ചാൽ ബുദ്ധൻ ഒരു നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഉണങ്ങി നിന്ന വൃക്ഷങ്ങൾ പോലും പുഷ്പിച്ചെന്നാ പറയുന്നത്. അതാണ് ആ എനർജിയുടെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു എനർജി ഫീൽഡിനെയാണ് നമ്മൾ ഈ ചക്രങ്ങളിലൂടെ നമ്മൾ പിന്നെ ആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നത്. അവിടുന്ന് പിന്നെ ആജ്ഞയിലേക്ക് കടന്നു കഴിഞ്ഞാൽ 6ാമത്തെ ചക്രമാണല്ലോ, ഷഡാധാരത്തില് 6ാമത്തെ ചക്രമാണ്. അപ്പം നമ്മുടെ പിന്നെ ഗുരുദേവരൊക്കെ പറഞ്ഞ പോലെ പടിയാറും കടന്നാലേ ഭഗവാനെ കാണാൻ പറ്റും. അത് എത്ര മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങൾ സയന്റിഫിക് ആയിട്ട് പറഞ്ഞു വെച്ചേക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ആ അനാഗതം എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോൾ സെന്ററാണ്, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന സെന്ററാണ്. അപ്പം അതാണ് നമ്മളെ പ്രപഞ്ചമായിട്ട് കണക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികളുമായിട്ട് ആജ്ഞ എന്നുള്ള പേര് ആജ്ഞ എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കാന്നുള്ളതാണ്, കമാൻഡ് ചെയ്യാന്നുള്ളത്. അപ്പം നമ്മുടെ കൺട്രോൾ സെന്ററും കമാൻഡിങ് സെന്ററുമാണ് അത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ ആജ്ഞയിലൂടെയാണ് നമുക്ക് ഒരാളെ നമുക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിലെ സ്ത്രീകളൊക്കെ പൊട്ട് വെച്ചുകൊണ്ടൊക്കെ നടക്കുന്നതിന്റെ കാര്യമൊക്കെ അതാണ്, അത് മറച്ചു വെച്ചേക്കാണ്. അപ്പൊ അങ്ങനെ ആജ്ഞയും കൂടെ കടക്കുന്ന ഒരാളാണ് സഹസ്രാരത്തിലേക്ക് വരും. സഹസ്രാരം എന്ന് പറഞ്ഞാല് പ്രപഞ്ചബോധത്തിന്റെ അല്ലെങ്കിൽ ഈശ്വരബോധത്തിന്റെ, ഈശ്വരന്റെ ദൈവികതയുടെ ഇരിപ്പിടമാണ്, അൾട്ടിമേറ്റ് കോൺഷ്യസ്നസിന്റെ ഇരിപ്പിടമാണ് തലത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ അവിടെ എത്തുന്ന ഒരാൾക്കാണ് ഈ പറഞ്ഞ ഈ അൾട്ടിമേറ്റ് കോൺഷ്യസ്നസിന്റെ അംശമാണല്ലോ ഞാൻ. അപ്പം എന്നിൽ എന്ത് തെറ്റുകൾ ഉണ്ടെങ്കിലും അല്ലെ എനിക്ക് എന്ത് കുറവുകൾ ഉണ്ടെങ്കിലും ഞാൻ ഈ പ്രപഞ്ചബോധത്തിന്റെ അംശമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്ത് കുറവുള്ള പിന്നെ എല്ലാം നമുക്കുണ്ട്. ഞാൻ അത് എത്തണമെങ്കിൽ കുറച്ച് പാടാണ്. അത് ഇപ്പം ഈ പറഞ്ഞ പോലെ കുറുക്ക് വഴികളൊന്നും പറ്റില്ല. ഒന്നാമത്തെ കാര്യം ജന്മങ്ങളും അതിനുവേണ്ടിയുള്ള ഉള്ളതുമല്ല. അതുകൊണ്ടാണല്ലോ ചില ആളുകൾക്ക് മാത്രം ഗുരുവിനെ ലഭിക്കുകയും ഗുരുവിൽ നിന്നുള്ള ദീക്ഷ ലഭിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ ആ ചക്രങ്ങളെ പറ്റി പഠിപ്പിക്കുകയും അതിലേക്ക് ചക്രങ്ങളുടെ വർണ്ണമയ ദീക്ഷ കൊടുത്ത്
പുറത്തോട്ടാണ് നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നത്. അങ്ങനെ വർണ്ണവൈദ്യശ ലഭിച്ച ഒരാൾക്ക് ചക്രങ്ങൾ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. അവിടുന്ന് പിന്നെ സൂക്ഷ്മ തലങ്ങളിലേക്ക് പോയിട്ടാണ് കുണ്ടലിനിയും കുണ്ടലിനി ദീക്ഷയെ പറ്റിയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. സബ്സ്റ്റേഷനിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ പ്രാക്ടീസ് തന്നെ വേണം. മെയിൻ സ്വിച്ച് തുടങ്ങണം. അല്ല, അത് സ്വിച്ച് തന്നെ തുടങ്ങണം. മെയിൻ സ്വിച്ച് വന്ന് ട്രാൻസ്ഫോമറെ വന്ന് അവിടുന്ന് വേറോട്ട് കയറി പോകാം. അല്ലാതെ ഇത് ബൈപ്പാസ് ചെയ്തിട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാല് പലരും ഇത് ഒരു വലിയ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഫീൽഡായിരുന്നു. ഇത് ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത്, ഇത് ഒറ്റയടിക്ക് നേരെ ചെന്ന് ട്രാൻസ്ഫോമറിൽ നിന്ന് വരാവുന്നും ഇങ്ങോട്ട് ഒറ്റ ദിവസം കൊണ്ടല്ലേ തേടൈ ഒറ്റ ദിവസം ഒരു ടച്ച് ചെയ്ത ഉടനെ തേടൈ ഉണരുന്നു. പിന്നെ 3 മിനിറ്റ് വേറെ ചെന്നപ്പോ കണ്ടു, എവിടെയോ ഒരു സ്ഥലത്ത് സ്വാമിയുടെ ഒരു ആശ്രമത്തിൽ നിന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട്, നിങ്ങള് 3 ചക്രങ്ങളെ ഉണർത്തിയാല് ബാക്കി 4 ഫ്രീ. എല്ലാം എന്ന് പറഞ്ഞാല് അപ്പൊ ഈ രീതിയിലാണ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കാതെ ശരിയായ രീതിയിൽ സയന്റിഫിക് ആയിട്ട് ഇത് ശരിക്കും പറഞ്ഞാല് ഗുരുജി വെച്ചോട്ടെ, ഈ ചില ജന്മങ്ങളില് നമ്മൾ ഇതൊക്കെ ചെയ്തു. ഞാനിപ്പോ ഈ ജന്മങ്ങളിൽ അല്ലെങ്കിൽ ഈ ജന്മങ്ങളിലൊന്നും വലിയ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ മുൻ ജന്മങ്ങളിൽ ഞാൻ ചെയ്തത് കൊണ്ടാണോ എനിക്ക് ഈ ജന്മത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ ഓപ്പൺ സാധിക്കും? 100%. കാരണം ജന്മങ്ങൾ തുടർച്ചയാണല്ലോ. ഈ ജന്മങ്ങളുടെ തുടർച്ചയുടെ ആവശ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതായത് ജന്മങ്ങൾ പരിണാമത്തിനാണ്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് പോലും നമ്മളിവിടെ ഈ ക്യാമറയിലേക്ക് വന്നിരിക്കുന്ന ആ സമയത്തുള്ള വ്യക്തിയല്ല ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അത് പരിണമിക്കപ്പെട്ട് കഴിഞ്ഞു അല്ലെ. പരിണാമത്തിന് വിധേയമാണ് ഓരോ നിമിഷങ്ങളും. അപ്പം ആ പരിണാമം പ്രാപിച്ച് ഇവിടുന്ന് നിന്ന് കൂടുതൽ അറിവുകൾ നേടി പരിണാമം പ്രാപിച്ച് അടുത്ത ജന്മത്തിലേക്ക് പോകാനായിട്ടാണ് സോള് നമ്മളിൽ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സോള് ഈ ശരീരം വിടുന്നതിന് മുമ്പ് തന്നെ ഇതിന് ഇവിടുന്ന് ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ അറിവുകളും ശേഖരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് ശേഖരിച്ച് അത് അടുത്ത ജന്മത്തിന് വേണ്ടി പരിണാമത്തിന് വേണ്ടി പിന്നീട് പോവുക. അപ്പോൾ അങ്ങനെ പരിണമിച്ച് വരുമ്പോൾ ഇപ്പൊ നമ്മൾ ആദ്യമേ ഇപ്പം വളരെ സാധാരണ മനുഷ്യരെ നോക്കി നമുക്കറിയാം, അവരുടെ ആകെ ഫോക്കസ് എന്ന് പറയുന്നത് ശരീരമാണ്. അപ്പൊ ഞാൻ ഈ ശരീരമാണെന്ന് വിചാരിക്കുകയും ആ ശരീര തത്വത്തിൽ ഇരിക്കുകയും ഈ ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പിന്നെ കാര്യങ്ങളിൽ അതിജീവനം മാത്രം 99% ആളുകളും ഈ അതിജീവനത്തിന്റെ ആ ഒരു ലെയറിലാണ് കിടക്കും. അതിനപ്പുറത്തോട്ട് കടന്ന് ചിന്തിക്കുന്നത് പറഞ്ഞാല് പല ജന്മങ്ങളെടുത്ത് പല അറിവുകളും പല പരിണാമങ്ങള് സോളിൽ സംഭവിക്കുമ്പോഴാണ് അതിന് അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് അറിയാൻ പറ്റുന്നത്, പിന്നെ ഘട്ടത്തിലേക്ക് അറിയാം. അതുകൊണ്ടാണ് മൈൻഡ് ഓറ. അപ്പൊ മൈൻഡും ഓറയും പിടിച്ചു, ഇനി മേലോട്ട് കയറിപ്പോ. അപ്പൊ നമ്മുടെ മൈൻഡിനെയും ഓറയും ഇനിയിപ്പോ അതിന്റെ അടുത്ത തലങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് സോള് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പരിണാമം സംഭവിക്കും. ശരിക്കും നമ്മൾ മൂലാധാരയെ കുറിച്ച് പറഞ്ഞു, സ്വാധിഷ്ഠാനെ കുറിച്ച് പറഞ്ഞു, കോശത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഏതായിരുന്നു? അന്നമയ കോശം. ഈ അന്നമയ കോശമൊക്കെ ഫിസിക്കലി സമ്മതിച്ചു. ഈ പ്രാണമയ കോശം സത്യത്തിൽ ഏതൊക്കെ ധർമ്മങ്ങള് നിർവഹിക്കുന്നുണ്ട്? ഇപ്പൊ ധാരാളം ആളുകൾ ഡിപ്രഷനാ, ഡിസപ്പോയിന്റ്മെന്റ്, മരുന്ന് കഴിച്ചിരിക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ പ്രാണമയല്ലേ അതിന്റെ പ്രവർത്തനം നടക്കുക? അതൊന്ന് ഗുരുജി അതൊന്ന് പറഞ്ഞുതരാം. Yasha Living, synchronizing the art, tactics and spirituality.